പറഞ്ഞത് ഇതാ പകൽ വെളിച്ചം പോലെ നമ്മുടെ മുമ്പിൽ വ്യക്തമാവാണ്. ഇനി വേറൊന്ന് പറഞ്ഞു, ഡമസ്കസിൽ ഒരു വെള്ള മിനാരത്തിലാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുന്നതെന്ന്. ആ പള്ളിയുടെ മിനാരവും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതും പറഞ്ഞു നബി തങ്ങൾ 1400 വർഷം മുമ്പ്. അതും നമ്മൾ കാണാം, ലൈവായി കാണാം. പിന്നെ ഇതും പറഞ്ഞു, എന്ത്? ഇദാ ലഹറത്തിൽ ഖൈനാത്ത്, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ രംഗത്തിറങ്ങിയാൽ, സെന്റ് ഓഫിന്റെ പേരിലാണെങ്കിലും ശരി, എന്ത് കല്യാണത്തിന്റെ ഗാനമേളകളാണെങ്കിലും ശരി, സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്ന, ആഭാസത്തിന്റെ ചുവടുകൾ വെക്കുന്ന പെൺകുട്ടികളെ രംഗത്തിറങ്ങാൻ തുടങ്ങിയാൽ തീക്കാറ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തീക്കാറ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്ന ബതുശ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റൂല. ഇന്ന ബതുശ റബ്ബിക ലശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല പെണ്ണെ, രക്ഷപ്പെടാൻ പറ്റൂല ചെറുപ്പക്കാരാ. കാരണം ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ സഹായ സൈന്യം വന്നിറങ്ങിയാലും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതേ ഹബീബ് പറഞ്ഞതാണ്, വസൽസല, നിരന്തരമായ ഭൂകമ്പങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിരന്തരമായ ഭൂകമ്പങ്ങളെ ജീവനോടെ ഭൂമി വിഴുങ്ങിക്കളയുന്ന അള്ളാഹുവിന്റെ മാരകമായ ശിക്ഷ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് ആഭാസങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇതൊക്കെ നിർത്താനായില്ലേ? ആ റസൂല് തന്നെയാണ് പറഞ്ഞത്. ഒരുപാട് അസറുകളിൽ കാണാം, മഹാന്മാരായ സ്വഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അസറുകൾ കാണാം. സ്വഹാബാക്കൾ പറയാണ് വഇദാ റഅയ്തൽ ബിനാ ഖദഅലാ അലാ റൂസിൽ ജിബാൽ, മക്കയിലെ ബിൽഡിങ്ങുകൾ അവിടെയുള്ള പർവ്വതങ്ങളെക്കാളും മുകളിൽ വരുന്നത് കാണാനിടയായാൽ, കേൾക്കുവന്റെ സഹോദര, ഇത് പറയുന്നതും ചെറിയൊരു ഓരമേഞ്ഞ വീടിൽ നിന്നാണ്. അകത്തു നിന്നൊന്ന് ചാടിയാൽ ഉള്ളം കൈ റൂഫിലേക്ക്, മച്ചിലേക്ക് എത്തിയിരുന്ന വീട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, മക്കയിലുള്ള പർവ്വതങ്ങളെക്കാളും മുകളിലേക്ക് മക്കയിൽ ബിൽഡിങ്ങുകൾ വരാനിടയായാൽ, മക്കയിൽ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും വരാനിടയായാൽ, ലോകം അതിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം, ലോകം അതിന്റെ അവസാനത്തിലാണെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വഹാബാക്കൾ പഠിപ്പിക്കുകയാണ്. അസറുകളാണ്. ആ അസറുകൾ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്നാണ് നമ്മൾക്ക് പഠിപ്പിക്കുന്നത്? ആലോചിക്കണം എന്റെ സഹോദര. മക്കയിൽ പോയ ആളുകൾക്കറിയാം അവിടെയുണ്ട് പർവ്വതങ്ങള്, അവിടെയുണ്ട് ബിൽഡിങ്ങുകൾ. എന്നാൽ നബി തങ്ങൾ പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ, അവിടെയുള്ള പർവ്വതങ്ങളെക്കാളും മുകളിലാണ് അവിടുത്തെയുള്ള ബിൽഡിങ്ങിന്റെ നിലനിൽപ്പ്. അവിടെയുണ്ട് ഒരു ക്ലോക്ക് ടവർ, അവിടെയുണ്ട് ഒരു ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവറിന്റെ വലുപ്പം 595 മീറ്റർ ആണെങ്കിൽ, അവിടെ ഏറ്റവും നീളമുള്ള പർവ്വതത്തിന്റെ വലുപ്പം എത്രയെന്നറിയോ? 420 മീറ്റർ ആണ്. 420 മീറ്റർ ഉള്ള പർവ്വതത്തിനേക്കാൾ 170ഓളം മീറ്റർ വലുപ്പമുള്ള ബിൽഡിങ്ങുകൾ മക്കയിലുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. 2 നില വീട് പോലും കാണാത്ത ഒരു കാലത്ത്, ടെറസിട്ട വീടിനെ കുറിച്ച് സ്വപ്നം കാണാത്ത, കോൺക്രീറ്റ് വീടുകളെ കുറിച്ച് സ്വപ്നം കാണാത്ത ഒരു കാലത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മണലാരുണ്യത്തിൽ കിടന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഇവിടെയുള്ള പർവ്വതങ്ങളെക്കാളും വലുപ്പമുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടായാൽ, ആ ബിൽഡിങ്ങുകൾ ഉണ്ടായി, ഇപ്പോൾ ആ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബിൽഡിങ്ങുകൾ ഉണ്ടായാൽ അത് അന്ത്യനാളെടുത്തു എന്നതിന്റെ ലക്ഷണങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ആരെയാണ് കാത്തിരിക്കുന്നത്? ഇനി നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ സത്വരമായ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരാനുള്ള സമയമായിട്ടില്ലേ? ഇനി ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇനിയുമുണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഇദാ റഅയ്ത മക്കത ഖദ ബുഇജത് ഖലായിം, മക്കയിൽ നിങ്ങൾ ടണലുകൾ വരുന്നത് കാണാനിടയായാൽ, ഫൈനൽ അംറ ഖദ് അലല്ലത്, ലോകം അതിന്റെ അവസാനത്തിലാണെന്ന് മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തുറക്ക ചെല്ലണേ, കുറഞ്ഞ സമയം നമ്മുടെ മുമ്പിലുള്ളൂ.
കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുള്ളൂ. നബി തങ്ങൾ പറയാണ്, മക്കയിൽ ടണലുകൾ വരുന്നത് കാണാനിടയായ, ടണൽ മീൻസ് ഗുഹയിലൂടെ വാഹനങ്ങൾ പോവാ, ഗുഹയിലൂടെ വാഹനങ്ങൾ പോവുക. മക്കയിൽ ടണലുകൾ വരുന്നത് കാണാനിടയായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ അംറ ഖദ് അലല്ലത്, ലോകം അതിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മക്കയിലേക്ക് പോയ ആളുകൾക്കറിയാം, അവിടെ നിറയെ അവിടെ ടണലുകളാണ് അവിടെയുള്ളത്. ടണലുകളിലൂടെയാണ് അവിടെ വാഹനങ്ങൾ ഒഴുകുന്നത്, വാഹനങ്ങൾ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതാ അന്ത്യനാൾ ഇവിടെ അടുത്തിരിക്കുകയാണ് സഹോദരാ. മഹാനായ മഹദി ഇമാം ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആലിമീങ്ങൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അറിയുമോ നിങ്ങള്? മഹാനായ മഹദി ഇമാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആലിമീങ്ങൾ കേരളത്തിലുണ്ട്. മഹദി ഇമാം ഒരു സുപ്രഭാതത്തിൽ മഹദി ഇമാം വരുന്നതല്ല. മഹദി ഇമാം ഇവിടെ ജീവിക്കും 40ാമത്തെ വയസ്സിലാണ് മഹദി ഇമാം ഞാൻ മഹദിയാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ മഹദി ഇമാമിന് പോലും അറിയുന്നത് ഞാനാണ് മഹദി എന്നറിയുന്നത് അദ്ദേഹത്തിന്റെ 40ാമത്തെ ദിവസം 40ാമത്തെ വയസ്സിലെ രാത്രിയിലായിരിക്കും. ഞാൻ മഹദിയാണെന്നറിയുന്നത് ഒരു രാത്രി കൊണ്ട് അല്ലാഹു അറിയിച്ചു കൊടുക്കും, നിങ്ങൾ മഹദിയാണ്. ആരാണ് മഹദി? അവന്റെ പേര് എന്റെ പേരാണ്, അവന്റെ പിതാവിന്റെ പേര് എന്റെ ഉപ്പയുടെ പേരാണ്. നബി തങ്ങളുടെ പേരാണ് മഹദി ഇമാമിനുള്ളത്. മുഹമ്മദ് എന്നാണ് മഹദി ഇമാമിന്റെ പേര്. എന്നാൽ മഹദി ഇമാമിന്റെ പിതാവിന്റെ പേര് അബ്ദുല്ലാഹ്, എന്റെ ഉപ്പയുടെ പേരാണ്. അങ്ങനെ എന്റെ ഉപ്പയുടെ പേരിന് സമാനമായ, എന്റെ പേരിന് സമാനമായ എന്റെ കുടുംബത്തിലുള്ള ഒരാൾ നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് 7 വർഷമോ 8 വർഷമോ 9 വർഷമോ ഭരിക്കാതെ അന്ത്യനാൾ സംഭവിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ 7 വർഷം എന്ന് കാണാം, 8 വർഷം എന്ന് കാണാം, 9 വർഷം എന്ന് കാണാം. 7 വർഷമോ 8 വർഷമോ 9 വർഷമോ ഭരിക്കാതെ അന്ത്യനാൾ സംഭവിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മഹാനായ മഹദി ഇമാം കടന്നു വരുന്നത്. ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മഹാനായ മഹദി ഇമാം കടന്നു വരുന്നത്. ഇവിടെ വ്യഭിചാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, വ്യഭിചാരത്തിന് വേണ്ടി ആളുകൾ ഒരുങ്ങുമ്പോഴാണ്. ഇന്ന് ദുബായിൽ നിന്നൊരാൾ എന്നെ വിളിച്ചോ. എന്താണ് പറഞ്ഞതെന്നറിയോ? ഉസ്താദേ, ഒരു ഭർത്താവുണ്ട്, വല്ലാത്ത പരീക്ഷണമാണ് ഉസ്താദേ, ഒരു ഭർത്താവുണ്ട്, വല്ലാത്ത പരീക്ഷണമാണ് ഉസ്താദേ. ആ ഭർത്താവിന്റെ സ്വഭാവം എന്തെന്നറിയോ? തന്റെ ഭാര്യയെ വ്യഭിചാരത്തിന് നിർബന്ധിക്കുന്ന ഭർത്താവാണ്. തന്റെ ഭാര്യയെ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന ഭർത്താവാണ്. ബ്ലൂ ഫിലിം കാണുന്ന ഭർത്താവ്, ഭാര്യയോട് ബ്ലൂ ഫിലിം കാണാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഭർത്താവ്, കള്ളു കുടിക്കുന്ന ഭർത്താവ്, തന്റെ ഭാര്യയുടെ മുന്നിൽ മറ്റുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ഭർത്താവ്. ആ ഭർത്താവ് ഒരു ദിവസം അന്യ പുരുഷനുമായി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പെണ്ണിനോട്, ഈ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്ന ഭർത്താവ്. എന്താണ് ചെയ്യേണ്ടത്? ഇയാളെ ഒഴിവാക്കാൻ പെണ്ണിന് അവകാശമില്ലല്ലോ. ത്വലാഖ് ചെല്ലാൻ പറഞ്ഞാൽ ത്വലാഖ് ചെല്ലുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഇന്ന് രാവിലെ വിളിക്കുമ്പോൾ, എന്റെ സഹോദര, ഇത് പ്രബുദ്ധമായ കേരളത്തിലാണ് നടക്കുന്നത്. പ്രബുദ്ധമായ കേരളത്തിലാണ് ഇത് നടക്കുന്നത്. എന്താണ് നടക്കുന്നതെന്നറിയോ? സ്വന്തം ഭാര്യയെ വ്യഭിചാരത്തിന് കൂട്ടു നൽകുന്ന ഭർത്താവ്, മക്കളെ വ്യഭിചാരത്തിന് നൽകുന്ന പിതാവ്. ഇല്ലേ, ഇതൊക്കെ കാണുന്നില്ലേ? മക്കളെ വ്യഭിചാരത്തിന് ഒരുക്കുന്ന ഉമ്മമാര് കാണുന്നില്ലേ? വ്യഭിചാരവും തോന്നിവാസങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും സർവ്വസാധാരണയായി നടക്കാൻ തുടങ്ങിയാൽ മഹാനായ മഹദി ഇമാം കടന്നു വന്നിട്ട് ഇവിടെ സമാധാനമായ അന്തരീക്ഷം ഉണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അന്നാർക്കും കാശ് വേണ്ട, അന്നാർക്കും പൈസ വേണ്ട, അന്നാർക്കും മുതലിനോട് താല്പര്യമില്ല. മഹാനായ മഹദി ഇമാമിനോട് ഒരാൾ പോയിട്ട് പറയുമത്രേ, മഹദി ഇമാമേ, എനിക്ക് കാശ് തരുമോ, എനിക്ക് കാശ് തരുമോ? നിങ്ങൾ എല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് മഹദി ഇമാം ചോദിക്കുന്നത്, അപ്പോഴാണ് മഹാനായ ഇമാമുന മഹദി ചോദിക്കുന്നത്, നീ ഒരു ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ ചോദിക്കാൻ പോയതാ, ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ചാക്ക് എന്തിനാണ്? അല്ല, നിനക്ക് കാശ് വേണ്ടേ? കാശ് നിറച്ചു തരാനാണ് ചാക്ക്. അല്ലാഹ്, ഇന്ന് വരെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു മുതലാളിയെയും ഞാൻ കണ്ടിട്ടില്ല. 10,000 ചോദിച്ചാൽ 1000 കൊടുക്കുന്ന മുതലാളിമാരെയാണ് കണ്ടത്. 1,00,000 ചോദിച്ചാൽ 10,000 കൊടുക്കുന്ന മുതലാളിമാരെയാണ് കണ്ടത്. എന്നാൽ വല്ലതും തരണമെന്ന് പറയുമ്പോൾ ചാക്ക് നിറയെ, ഒരു ചാക്ക് നിറയെ, ഒരു കവർ നിറയെ
മുതല് കൊടുക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. എന്നിട്ട് മഹാനായ ഇമാമുന മഹദി ചോദിച്ചതിനേക്കാൾ കൂടുതൽ വാരിക്കോരി നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അന്നാർക്കും മുതൽ വേണ്ട ചെറുപ്പക്കാരാ, അന്നാർക്കും സ്വർണം വേണ്ട ചെറുപ്പക്കാരാ, അന്നാർക്കും വെള്ളി വേണ്ട ചെറുപ്പക്കാരികളെ, ഒരാൾക്കും സമ്പത്തിനോട് താല്പര്യമില്ല. അയൽവാസികളിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്ന ഒരു 5 പവൻ പിടിച്ചോ, ഒരു 5 പവൻ പിടിച്ചോ, എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുമ്പോ അയൽവാസികൾ പറയുമത്രേ എനിക്ക് വേണ്ട, എന്റെ വീട്ടിലും ഇഷ്ടം പോലെയുണ്ട്, ഞാൻ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. സ്വർണത്തിന് വിലയില്ല. ആർക്കും വേണ്ടാത്ത സ്വർണം, ആർക്കും വേണ്ടാത്ത രൂപകൾ, ആർക്കും വേണ്ടാത്ത ദിർഹമുകൾ, ദീനാറുകൾ, ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകും, നമ്മുടെ നാടുകളിൽ ഉണ്ടാകും. അപ്പോഴാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലാഹുവേ ആർക്കും ഈ സ്വർണം വേണ്ടല്ലോ, ഈ സ്വർണത്തിന്റെ പേരിലല്ലേ ഞാൻ ആങ്ങളയോട് തെറ്റിയത്, ഈ സ്വർണത്തിന്റെ പേരിലല്ലേ ഞാൻ പെങ്ങളോട് തെറ്റിയത്, ഈ സ്വർണത്തിന്റെ പേരിലല്ലേ ഞാൻ ഉമ്മയെ കുത്തിക്കുന്നത്, ഈ സ്വർണത്തിന്റെ പേരിലല്ലേ ഞാൻ ഉപ്പയിലേക്ക് തോക്ക് ചൂണ്ടിയത്, ഈ സമ്പത്തിന്റെ പേരിലല്ലേ 2 ചെറുപ്പക്കാരെ 2 സുഹൃത്തുക്കളെ ഞാൻ കൊന്നുകളഞ്ഞത്. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാവരും അത്താഴം കഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത്, പരിശുദ്ധമായ റമദാൻ മാസം എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ച് അത്താഴം കഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. കൊന്നതും മുസ്ലിമാണ്, മരിച്ചതും മുസ്ലിമാണ്. രാത്രി ഫുട്ബോൾ വേൾഡ് കപ്പ് കണ്ടിട്ട്, ഫുട്ബോൾ കളി കണ്ടിട്ട് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. കൂടെ കിടക്കുന്ന 2 പേരെ കഴുത്തറുത്തു കൊന്നിട്ട് കഷ്ണമായി ചാക്കിൽ കെട്ടിയിട്ട് ദൂരെ എവിടെയോ കൊണ്ടുപോയി ഒരു കുന്നിന്റെ മറമാടാൻ നിൽക്കുമ്പോഴാണ് നാട്ടുകാർ പിടികൂടുന്നത്. പരിശുദ്ധമായ റമദാനിലാണ് ഇത് ചെയ്തത്. എന്തിന്റെ പേരിൽ? സ്വർണത്തിന്റെ പേരിൽ. അവരാലോചിക്കും, ആർക്കും സ്വർണം വേണ്ടല്ലോ, ഈ സ്വർണത്തിന്റെ പേരിലല്ലേ ഞാൻ കൊലപാതകങ്ങൾ നടത്തിയത്, ഈ ഒരു സെന്റ് സ്ഥലത്തിന് വേണ്ടിയല്ലേ ഞാൻ അയൽവാസിയോട് ചൊടിച്ചത്, അയൽവാസിയോട് പിണങ്ങിയത്. എന്നാൽ പരിശുദ്ധമായ മദ്രസയുടെ ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടക്കുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും പ്രസിഡന്റും കടന്നു വന്നപ്പോ 10,000 ചോദിച്ചപ്പോ ഞാൻ 1000 കൊടുത്തത്. അന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഇന്നാർക്കും വേണ്ടല്ലോ, ഇന്നാർക്കും ഈ മുതലിനോട് താല്പര്യമില്ലല്ലോ. 10ഉം 50ഉം 60ഉം 70ഉം 80ഉം പവൻ ധരിച്ച പെണ്ണുങ്ങളെ, ഈ സ്വർണം എന്തിനാണ്? വിലയില്ലാത്ത സ്വർണം എനിക്ക് എന്തിനാണ്? ഒരു കാലത്ത് ഈ മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടി സ്വർണം ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ മനസ്സ് വന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ സ്വർണം? എനിക്ക് എന്തിനാണ് സ്വർഗം എന്ന് പറഞ്ഞ് നഖം കടിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അതുകൊണ്ട് സഹോദരാ, ഇനി ആരെയും കാത്തിരിക്കരുത്, ഇനി ഒരാളെയും കാത്തിരിക്കരുത് എന്റെ സഹോദര. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, 7 കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഇല്ലാ ഫഖറൻ മുൻസിയാ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരാനുണ്ട്. ഒരു കാലത്ത് അറ്റ്ലസ് ഗോൾഡിന്റെ മുതലാളിയായി കേരളക്കരയിൽ അറിയപ്പെട്ട വലിയൊരു പ്രബുദ്ധനായ മുതലാളി, ഇന്നാരും സഹായിക്കാനില്ലാതെ കോടിക്കണക്കിന് രൂപ ബാങ്കുകൾ കണ്ടുകെട്ടുന്ന അവസ്ഥയല്ലേ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ജയിലിലാണ്. ആരാണ് സഹായിക്കാനുള്ളത്? ഒരു കാലഘട്ടത്ത് അറ്റ്ലസിന്റെ വലിയ മുതലാളിയായി ടിവിയിലൂടെ പരസ്യങ്ങളിലൂടെ കടന്നു വന്നിട്ട് പാവങ്ങളെയൊക്കെ സഹായിച്ച വ്യക്തി തന്നെയാണ്. എന്നാൽ ഇന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ, ഒരാൾ പോലും സഹായിക്കാനില്ലാതെ വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണല്ലോ. എനിക്കറിയാം, ഞാനുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനുണ്ട്. വലിയൊരു മുതലാളിയായിരുന്നു, ഒരുപാട് വാഹനങ്ങളുടെ ഉടമയാണ്, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം കിടക്കുന്നത് ജയിലിലാണ്. സഹായിക്കാൻ ആളില്ലാതെ, അവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ, കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ ഒരു കാലത്ത് ഈ കുടുംബക്കാരെല്ലാം ജീവിച്ചിരുന്നത് ഈ സഹോദരന്റെ അച്ചാരം പറ്റിയാണ്, ഈ സഹോദരന്റെ സഹായം കൊണ്ട് കുടുംബക്കാരെല്ലാം ജീവിച്ചിരുന്ന കാലം. എന്നാൽ ജയിലിലെത്തിയപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എത്ര വലിയ മുതലാളിമാരെ പാവപ്പെട്ടവനാക്കാൻ അള്ളാഹുവിന് കഴിയൂല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരൂല എന്ന് തോന്നുന്നുണ്ടോ? ഹൽ തന്തളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരാനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? അതിനു മുമ്പ് അമൽ ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
നാളെ കൊടുക്കാം, പിന്നെ കൊടുക്കാം, 1 വർഷം കഴിയട്ടെ, മക്കൾ ഉണ്ടാവട്ടെ, ഹജ്ജ് ചെയ്യട്ടെ, മരിക്കാൻ കിടക്കട്ടെ എന്നുള്ള ചിന്തയില്ലാതെ എന്തെങ്കിലും ഒരു പിരിവിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഹദീസാണിത്, ഈ സമയത്ത് വായിക്കേണ്ട ഹദീസാണിത്, ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഹദീസാണ്. എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവസാന കാലഘട്ടം വരുമ്പോൾ പ്രത്യേകമായി ഓതേണ്ട ഹദീസാണിത്. വേഗം വേഗം വേഗം, ആരെയും കാത്തിരിക്കരുത്, ഒരാളെയും കാത്തിരിക്കാൻ ഇവിടെ സമയമില്ല. അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ മത്സരിക്കണേ. ആകെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ല വെക്കേണ്ടത്, ടെന്നീസ് ടൂർണമെന്റ് അല്ല വെക്കേണ്ടത്, ആകെ ഒരു ഏതെങ്കിലും ടൂർണമെന്റുകളോ ആഭാസങ്ങളോ യൂത്ത് ഫെസ്റ്റിവലിലെ കലോത്സവങ്ങളിലെ ഗാനങ്ങളോ പ്രഭാഷണങ്ങളോ മാത്രമല്ല വെക്കേണ്ടത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹു പുറത്തു തരാൻ വേണ്ടി മത്സരിക്കണേ, അല്ലാഹു പുറത്തു തരാൻ വേണ്ടി മത്സരിക്കണേ. അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനും വേണ്ടി മത്സരിക്കണേ എന്ന് മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ വേഗം ഉണരണേ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്, ദാരിദ്ര്യം വന്നാൽ പിന്നെ നൽകാൻ പറ്റൂല. 10 ചോദിച്ചാൽ 10 പോലും കൊടുക്കാൻ പറ്റാത്ത ദയനീയ അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അന്നാണ് നിങ്ങൾ പല്ല് കടിക്കുന്നത്, അന്നാണ് നിങ്ങൾ നഖം കടിക്കുന്നത്. അള്ളാഹുവെ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഖുർആനിലൂടെ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കണേ എന്റെ സഹോദര, കേൾക്കണേ എന്റെ സഹോദര. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾക്ക് ഞാൻ നിഅമത്ത് നൽകിയപ്പോ, നിങ്ങൾക്ക് ഞാൻ സമ്പാദ്യം നൽകിയപ്പോ, നിങ്ങൾക്ക് ഞാൻ മുതൽ നൽകിയപ്പോ നിങ്ങൾ അതിന് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരാം. 100 ചോദിക്കുമ്പോൾ 100 കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ 1000 തരാം, 1000 കൊടുത്താൽ 10000 തരാം, 10000 കൊടുത്താൽ 1,00,000 തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഞാൻ പറയുന്നതല്ലല്ലോ ഇത്, എന്റെ സ്വന്തമായിട്ട് എന്റെ വകയല്ലല്ലോ, ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിന്റെ ആയത്തുകൾ കണ്ട ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, എന്തേ നമ്മൾക്ക് പാഠമാവാത്തത്? ഒരു ആയത്ത് കണ്ടപ്പോ 500 ആളുകളാണ് ഓൺ ദി സ്പോട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 500 ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരൊറ്റ ഒരു ആയത്ത് കണ്ടപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. 6000 ചില്ലാനം ആയത്തുകൾ വർഷം തോറും ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മളിൽ എന്തേ മാറ്റങ്ങളില്ലാത്തത്? ലൗ അന്ന ജുലൂദഹും നുളിജത് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹുവിനെ പേടിയില്ലാതെ ഇവിടെ ആഭാസങ്ങളിലൂടെ, തിന്മയിലൂടെ, തോന്നിവാസങ്ങളിലൂടെ ജീവിച്ച ആളുകളെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലം വരാനുണ്ട്. അവർ നരകത്തിലേക്ക് വീണാൽ നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് അവരുടെ ശരീരം കത്തിയമരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു ഉദ്ദേശിച്ചത്, അവിടെ അല്ലാഹു പറഞ്ഞത് ലൗ അന്ന ജുലൂദഹും നളിജത്, അവരുടെ തോല് ഉരുകിപ്പോവാൻ തുടങ്ങിയാൽ, ഇവിടെ സയൻസ് പഠിക്കുന്ന ആളുകളുണ്ടാകും, ബയോളജി പഠിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകളുണ്ടാകും. അവരോട് പഠിക്കാൻ വേണ്ടി ചെറിയൊരു വിഷയം ഞാൻ പറഞ്ഞു തരട്ടെ. ലൗ അന്ന ജുലൂദഹും, അവരുടെ തോലുകൾ ഉരുകിപ്പോയാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, മറ്റൊരു തോല് ഞാൻ അവർക്ക് നൽകുമെന്ന്. എന്തിനാണ് ആ തോല് നൽകുന്നത്? ലിയദൂഖുൽ അദാബ്, അവർക്ക് വേദന അനുഭവിക്കാൻ വേണ്ടി. തോല് നഷ്ടപ്പെട്ടാൽ അടുത്ത ചർമ്മം ഞാൻ നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഖുർആൻ എന്താണ് പറയുന്നത്? തോല്, ചർമ്മം നഷ്ടപ്പെട്ടാൽ, തീയിൽ കിടന്നിട്ട് ചർമ്മം നഷ്ടപ്പെട്ടാൽ ഉടനെ അടുത്ത തോല് ഞാൻ നൽകുമെന്ന്. ഇറച്ചിയെ കുറിച്ച് പറയുന്നില്ല, അസ്ഥികൂടങ്ങളെ കുറിച്ച് പറയുന്നില്ല, എല്ലിനെ കുറിച്ച് പറയുന്നില്ല. അസ്ഥികൂടത്തെ കുറിച്ചോ എല്ലിനെ കുറിച്ചോ എന്ന് പറയാതെ, ഇറച്ചിയെ കുറിച്ച് പറയാതെ, തോലുരുകിയാൽ ഉടനെ പുതിയ ഒരു തോല് ഞാൻ റീപ്ലേസ് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് കണ്ടപ്പോഴാണ് 500 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കാരണം എന്തെന്നറിയോ? അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തെന്നറിയോ എന്റെ സഹോദര? പുതിയ ശാസ്ത്രീയമായി ഈ റീസെന്റ് ടൈമിലാണ്, ഈ അടുത്ത സമയത്താണ് കണ്ടെത്തിയത്. നമ്മുടെ തോല് നശിച്ചാൽ, ശരീരത്തിന്റെ ചർമ്മം നശിച്ചാൽ, പിന്നെ ഇറച്ചിയിലേക്ക് തീ കൊണ്ടാലോ ഇറച്ചിയെ മുറിച്ചാലോ അയാൾ
ഒരാൾക്ക് വേദനയുണ്ടാവൂല. വേദനകൾ അനുഭവിക്കുന്നത് തോലിൽ നിന്നാണ്, ചർമ്മത്തിൽ നിന്നാണ്. നെർവ് എൻഡിങ്സ് എന്ന് പറയുന്ന ഒരു എൻഡിങ് ഉണ്ട് നമ്മുടെ ചർമ്മത്തിൽ. ആ ചർമ്മം നഷ്ടപ്പെട്ട പിന്നെ വേദന ഉണ്ടാവൂല. ഇഞ്ചക്ഷൻ വെക്കുമ്പോ ആദ്യം നമ്മുടെ ഈ ചർമ്മത്തിലൂടെ ഇഞ്ചക്ഷൻ കയറുമ്പോഴേ വേദന ഉണ്ടാവുക. പിന്നെ ഇറച്ചിയിൽ കൊണ്ടാലോ ഞരമ്പിൽ കൊണ്ടാലോ വേദന ഇല്ല. ആദ്യം ചെറിയൊരു ഉറുമ്പ് കടിക്കുന്നത് പോലെ ഒരു വേദന ഉണ്ടാവുക ഈ നെർവ് എൻഡിങ്സിലൂടെ നമ്മുടെ ആ ഇഞ്ചക്ഷൻ പോകുമ്പോഴാണ്, സൂചി കയറുമ്പോഴാണ്. അപ്പൊ എന്താണ് അർത്ഥം? ഇറച്ചിയിലേക്ക് തീ കൊണ്ടാൽ വേദന ഉണ്ടാവൂല. ഇതെങ്ങനെ ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഇത് പറയാൻ സാധിച്ചു? ഗവേഷണം നടത്തിയപ്പോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ഡോക്ടർ ആർതർ ആലിസൺ എന്ന് പറയുന്ന സഹോദരൻ അബ്ദുള്ള ആലിസൺ ആയി മാറിയത് ഇങ്ങനെ ഒരു ചരിത്രം, ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോഴാണ്. അതുകൊണ്ട് എന്റെ സഹോദര എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയൊരു വ്യത്യാസമുണ്ടോ? ഒന്ന് തജേസൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണോ ആർതർ ആലിസൺ ആണോ? ചെറിയ ഡൗട്ട് ഉണ്ട്. ഏതായാലും ഈ സഹോദരി 2 പേരിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് ഈ ഒരു ആയത്താണ്. ഇദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണം തന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും 5 പേര് ഓൺ ദി സ്പോട്ട് 5 പേര് ഇസ്ലാം സ്വീകരിച്ചു. ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായി. തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുമ്പോഴും 5 പേർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ എന്തേ നമ്മൾക്ക് ബോധമില്ലാത്തത്? അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ദാരിദ്ര്യം നമ്മൾക്കുണ്ടായാൽ, ഇങ്ങനെ ഒരു പട്ടിണി നമ്മൾക്കുണ്ടായാൽ പിന്നെ ആരാ സഹായിക്കുക? അള്ളാഹു അല്ലാതെ വേറെ ആരും സഹായിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരാം. എങ്ങനെയാണ് ശുക്ർ ചെയ്യുന്നത്? അള്ളാഹു സമ്പാദ്യം തരുമ്പോൾ അതിൽ നിന്ന് വിലപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി തിരിച്ചു നൽകലാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. മുതൽ നൽകിയ ആളുകൾ, സമ്പത്ത് നൽകിയ ആളുകൾ, അള്ളാഹു നിഅമത്ത് നൽകിയ ആളുകൾ, അള്ളാഹു നൽകുമ്പോൾ ആ നിഅമത്തിന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്യലാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ശുക്ർ ചെയ്താൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ പകരം തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റുമായി നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു. ഞാനിതിപ്പോ ഇടാൻ ഉദ്ദേശിച്ചു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഇപ്പൊ ഇങ്ങനെ ബക്കറ്റും പോയി. നിങ്ങൾ തേനും കൊണ്ടുപോയി കൊടുത്തോളി, തേൻ ഇപ്പം കൊടുത്തോളി. പക്ഷെ നിങ്ങളൊരു 100 രൂപയ്ക്കെങ്കിലും തേന് വാങ്ങിച്ച്, ഒരു 100 രൂപ അല്ലേ വളണ്ടിയർമാർ തേന് കൊണ്ടുവരുമ്പോൾ ഒരു 100 രൂപയ്ക്ക് തേന് വാങ്ങിക്കാം. ഒരു ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടുന്നവർ 9746200762 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട ഫോൺ ഇവിടെ ഏൽപ്പിച്ചാൽ മതി. ഫോൺ കിട്ടി ഇവിടെ ഏൽപ്പിച്ചാൽ മതി. പക്ഷെ അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബക്കറ്റ് വരും. ആ ബക്കറ്റ് വരുമ്പോൾ തേന് വാങ്ങിച്ചൊരു മിനിമം 100 ആ ഒരു ബക്കറ്റിൽ നിങ്ങൾ ഇട്ടുകൊടുക്കും. പെണ്ണുങ്ങൾ, ആണുങ്ങൾ എല്ലാവരും. എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി നമ്മുടെ സംഘാടകർ വലിയ ഒരു സ്ഥലം ഇതിന്റെ പിറകുവശത്ത് വാങ്ങിച്ചിട്ടുണ്ട്. 75 ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ള വലിയൊരു മദ്രസയുടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 50 ലക്ഷത്തോളം കൊടുത്തു. ഇനി 25 ലക്ഷം കൊടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നിരന്തരമായി നമ്മുടെ ഖബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു നന്മയായി ഒരു 100 രൂപ നമ്മുടെ ബക്കറ്റിൽ തേന് വാങ്ങാ. ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ അല്ലാഹു ശിഫ നൽകുന്നുണ്ടല്ലോ, ശമനം നൽകുന്നുണ്ടല്ലോ. ആ തേന് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി കുടിക്കുക. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് രോഗമുണ്ടായാൽ സ്വതക നൽകി ചികിത്സിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. രോഗമുണ്ടായാൽ ചികിത്സിക്കേണ്ടത് സ്വതക നൽകിയിട്ടാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോയി, ബേബിയിൽ പോയി 10,000 ചെലവഴിക്കുമ്പോ, ഇക്രയിൽ പോയി 10,000 ചെലവഴിക്കുമ്പോ, അതുപോലെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ലക്ഷങ്ങളും 14 ലക്ഷങ്ങളും 40 ലക്ഷം ചെലവഴിച്ച ഒരു സഹോദരൻ എനിക്കറിയാം. ക്യാൻസർ രോഗമുണ്ടായപ്പോ ക്യാൻസറിന് വേണ്ടി ശിഫ ലഭിക്കാൻ വേണ്ടി 40 ലക്ഷം രൂപ ചെലവഴിച്ച ഒരു സഹോദരൻ എനിക്കറിയാം. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന സഹോദരനാണ്. ഇതുവരെ ശിഫ ലഭിച്ചിട്ടില്ല. അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, അള്ളാഹു പൂർണ്ണമായ ശമനം നൽകുമാറാവട്ടെ. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ 40 ലക്ഷങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെലവഴിക്കുമ്പോ 1 ലക്ഷം ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ മതി. ഏതെങ്കിലും ഒരു മദ്രസയുടെ ബിൽഡിങ്ങിന് വേണ്ടി, ഏതെങ്കിലും ദീനിയായ സ്ഥാപനങ്ങൾക്ക് 1 ലക്ഷം നിങ്ങൾ കൊടുത്തിട്ട് ആത്മാർത്ഥമായെന്ന മക്കളോട് ദുആ ചെയ്യിപ്പിക്കുക. കാരണം ലോകം തരുന്നത്
തരുന്നത് അല്ലാഹുവാണ്, രോഗം നൽകുന്നത് അല്ലാഹുവാണ്, രോഗത്തിന് ശമനം നൽകുന്നതും അല്ലാഹുവാണ്, രോഗത്തിന് ശിഫ നൽകുന്നതും അല്ലാഹുവാണ്. ആ റബ്ബാണ് ശിഫ നൽകുന്നത്, ഡോക്ടർമാരല്ല. ഡോക്ടർമാർക്ക് ശിഫ നൽകാൻ കഴിയില്ല. ശിഫ നൽകാൻ പറ്റുമെങ്കിൽ 40 ലക്ഷം ചെലവഴിച്ചപ്പോ ആ സഹോദരന് ശിഫ ലഭിക്കേണ്ടേ? ചെറുപ്പക്കാരാ, ഇന്നും ശിഫ ലഭിച്ചിട്ടില്ല. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നിർത്തി, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത് നിർത്തി. ഇന്ന് ഏതെങ്കിലും ബാലിന്റെ സദസ്സിൽ പോയാൽ അവിടെ 1000-ങ്ങളോ 2000-ങ്ങളോ നൽകി ദുആ ചെയ്യിപ്പിക്കുക, അതുപോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളെ സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശവുമായിട്ട് ഇന്ന് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ. ഇത് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ പറയുകയല്ല റബ്ബേ. രോഗികളായ ആളുകൾ സദഖ നൽകി ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ ഹബീബിന്റെ വാക്കുകളൊക്കെ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുകയാണ് റബ്ബേ. ആ വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇതാ തേന് വാങ്ങിക്കുന്നത്, ഞങ്ങൾ ഇതാ ഒരു 100 രൂപ ബക്കറ്റിലിട്ട് കൊടുക്കുന്നത്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. 100 ഇടുമ്പോൾ 1000-ങ്ങൾ ഞങ്ങൾക്ക് നീ പകരം നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞു വരുന്നത് ഇനൊരാളെയും കാത്തിരിക്കാതെ വേഗം നന്മയിലേക്ക് മടങ്ങണേ, വേഗം അല്ലാഹുവിലേക്ക് മടങ്ങണേ. കാരണം നിങ്ങൾ അറിയാതെ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ നിങ്ങൾ അകപ്പെട്ടേക്കാം. അങ്ങനെ അകപ്പെട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലെങ്കിൽ വലിയ വലിയ മുതലാളിയായി മാറിയാൽ പിന്നെ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂല, റബ്ബിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂല. നമ്മളൊക്കെ കണ്ടതല്ലേ, മലപ്പുറം ജില്ലയിൽ വലിയൊരു മുതലാളി പെണ്ണിന്റെ കൂടെ മരിച്ചു പോയ രംഗം നമ്മൾ കാട്ടതാണ്, വായിച്ചതാണ്. വലിയൊരു മുതലാളിയാണ്, മലപ്പുറം ജില്ലയിൽ പേര് കേട്ട മുതലാളിയാണ്. പക്ഷെ പെണ്ണിനോടുള്ള അമിതമായ താല്പര്യം, സമ്പത്തുണ്ടാകുമ്പോഴല്ലേ മനുഷ്യന്മാർ ധിക്കാരികളായി മാറുന്നത്. കല്ലാ എപ്പോഴാണ് ഒരു മനുഷ്യൻ ധിക്കാരിയാകുന്നത്? എപ്പോഴാണ് ഒരു മനുഷ്യൻ അഹങ്കാരിയാകുന്നത്? മനുഷ്യൻ ധിക്കാരിയാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകുമ്പോഴാണ്. ഒന്നുമല്ലാത്ത ഖാറൂൻ ധിക്കാരിയും അഹങ്കാരിയുമായി മാറിയത് അല്ലാഹു സമ്പത്ത് നൽകിയപ്പോഴല്ലേ. അങ്ങനെ ധിക്കാരിയായി മാറുന്ന സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് എന്ത് നേട്ടമാണ് സഹോദരാ നിങ്ങൾക്കുള്ളത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, സൂക്ഷിക്കണം എന്റെ സഹോദരാ, ഈ ശബ്ദം കേൾക്കണേ എന്റെ സഹോദരാ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കണേ, ഇത് വെറുതെ പറയുകയല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ? ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിക ചരിത്രത്തിൽ 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാനാണ്. 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാനാണ്. ഒരുപാട് സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്ന, ഒരുപാട് രാജ്യങ്ങളുടെ അധിപനായിരുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരന്റെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് അവനോട് പറയാണ്, അടുത്ത മാസത്തെ സാലറി എനിക്ക് മുൻകൂട്ടി തരുമോ? അടുത്ത മാസത്തെ സാലറി എനിക്ക് മുൻകൂട്ടി തരുമോ? ഖജനാവുകാരൻ ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് നിങ്ങൾക്ക് അടുത്ത മാസത്തെ സാലറി? അപ്പോഴാണ് പറഞ്ഞത്, എന്റെ വീട്ടിൽ എനിക്ക് 11 മക്കളുണ്ട്. കേൾക്കൂ ചെറുപ്പക്കാരാ, കേൾക്കൂ എന്റെ സഹോദരാ, കേൾക്കൂ എന്റെ സഹോദരി, ചെവി തുറന്ന് കേൾക്കണേ, മനസ്സ് തുറന്ന് കേൾക്കണേ. 11 മക്കൾ എനിക്കുണ്ട്. 11 മക്കളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ പെരുന്നാളാണല്ലോ, പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല, പെരുന്നാളിന് കുപ്പായം വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല, എന്റെ മക്കൾക്ക് കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ 5 പൈസയില്ല. അതുകൊണ്ട് അടുത്ത മാസത്തെ സാലറി ഒന്ന് തന്നാൽ എന്റെ മക്കൾക്ക് ഞാൻ കുപ്പായം വാങ്ങിച്ചു കൊടുക്കട്ടെ. ഒന്നും എനിക്ക് വിഷമമല്ല. എന്റെ പിഞ്ചു പൈതനുണ്ട്, എന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞുമോളുണ്ട്, പൊന്നുമോളുണ്ട്. എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയാണ്, ഉപ്പാ, എല്ലാവരും നാളെ പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോ അമീറുൽ മുഅ്മിനീൻ, ഇന്ത്യ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മുസ്ലിം രാഷ്ട്രത്തിന്റെ അധിപനായ നിങ്ങളുടെ ഈ മകള് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിക്കണമെന്നോ, കീറിപ്പറിഞ്ഞ കുപ്പായം ധരിക്കണമെന്നോ എനിക്ക് നാണക്കേടാണുപ്പാ, എനിക്ക് ലജ്ജയാണുപ്പാ, അതുകൊണ്ട് പുതിയ കുപ്പായം വേണമെന്ന് പറഞ്ഞ് ഉപ്പയോട് കരഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓടിപ്പോകുന്നത്. അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി തരുമോ? അപ്പോഴാണ് അവിടെ നിന്നവരോട് പറയുന്നത്, അമീറുൽ മുഅ്മിനീനോട് ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരൻ പറയുന്നത്, എനിക്ക് തരാൻ പറ്റൂല,
പറ്റൂല. ഞാൻ തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസത്തെ സാലറി തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. ഇത് ഫെബ്രുവരി മാസമാണെങ്കിൽ അടുത്ത മാസത്തെ മാർച്ച് മാസത്തെ സാലറി ഞാൻ തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ് എന്നറിയോ? മാർച്ച് 31 വരെ നിങ്ങൾ ജീവിക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. മാർച്ച് 31 വരെ നിങ്ങൾ ജീവിക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസത്തെ സാലറി തരാമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റൂലല്ലോ. ഞാനല്ലല്ലോ മരണത്തെ നിയന്ത്രിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവല്ലേ മരണത്തെ നിയന്ത്രിക്കുന്നത്. എനിക്ക് പറയാൻ പറ്റൂല. എന്നിട്ട് അവിടെ നിന്ന് കാശ് വാങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 11 മക്കളുണ്ട്. പിഞ്ചു പൈതങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാ എപ്പോഴാണ് വസ്ത്രം വാങ്ങിച്ചു തരുന്നത്? അപ്പോഴാണ് 11 മക്കളെ തൊട്ടടുത്തേക്ക് വിളിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് അടുത്ത മാസത്തെ സാലറി മുൻകൂട്ടി വാങ്ങിയിട്ട് എങ്ങാനും ആ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവ് മരിച്ചു പോയാൽ ഉപ്പ നരകത്തിലേക്ക് പോകാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അല്ല ഈ പഴയ കുപ്പായം ധരിച്ചിട്ട് നാളെ പെരുന്നാൾ ആഘോഷിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകുന്നതാണോ ഇഷ്ടമെന്ന് മക്കളോട് ചോദിച്ചപ്പോ മക്കള് പറഞ്ഞു, ഉപ്പാ ഞങ്ങൾക്ക് സ്വർഗം മതി ഉപ്പാ, ഞങ്ങൾക്ക് കുപ്പായം വേണ്ട പിതാവേ, ഞങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നരകത്തിൽ കിടക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ പറ്റൂല പിതാവേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ വസ്ത്രം വേണ്ട, സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പഴയ കുപ്പായങ്ങൾ ധരിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ 5ാം ഖലീഫ എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ 5ാമത്തെ ഭരണാധികാരിയായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ചങ്ങാതി അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് 11 മക്കളുണ്ടല്ലോ, 11 മക്കൾക്ക് വേണ്ടി വല്ലതും നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? സഹോദര, ഇത് കേൾക്കാതെ പോവരുത്, വല്ലാത്ത സംഭവമാണിത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ മരിക്കാൻ പോവുകയാണല്ലോ, രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് 11 മക്കളുണ്ടല്ലോ, ആ 11 മക്കൾക്ക് വേണ്ടി വല്ലതും നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും വസിയത്ത് ചെയ്യണേ. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ കൊടുത്തോളാം, ഖജനാവിൽ നിന്ന് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ എന്തെങ്കിലും വസിയത്ത് ചെയ്യണമെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞപ്പോ, എന്റെ ഉപ്പമാരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഇത് കാതു തുറന്ന് കേൾക്കണം. എന്താണ് പറഞ്ഞതെന്നറിയോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, വല്ലാഹു യതവല്ല സ്സാലിഹീൻ, എന്റെ മക്കൾ സാലിഹീങ്ങളായ ആളുകളാണെങ്കിൽ എന്റെ മക്കളെ അല്ലാഹു ഏറ്റെടുക്കാമെന്നല്ല പറഞ്ഞത്. സാലിഹീങ്ങളായ ആളുകളെ, അല്ലാഹുവിനെ പേടിയുള്ള ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത്. എന്റെ മക്കള് സാലിഹീങ്ങളാണെങ്കിൽ എന്തിനാണ് ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ പൈസ എടുത്തു വെക്കുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി സ്ഥലമെടുത്ത് വെക്കുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? സാലിഹീങ്ങളായ മക്കളാണ് എനിക്കുള്ളതെങ്കിൽ അല്ലാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത്. അവർക്ക് പ്രയാസം ഉണ്ടാവൂലല്ലോ. ഇനി എന്റെ മക്കള് തോന്നിവാസികളാണെങ്കിൽ, ഇനി എന്റെ മക്കള് തിന്മ ചെയ്യുന്ന തെറ്റുകാരാണെങ്കിൽ, ഇനി എന്റെ മക്കള് തോന്നിവാസങ്ങൾ ചെയ്യുന്ന മോശക്കാരായ ആളുകളാണെങ്കിൽ എന്തിനാണ് ഈ തോന്നിവാസികൾക്ക് ഞാൻ ഇവിടെ കാശ് വെക്കുന്നത്? കള്ളു കുടിക്കാൻ ഞാൻ കാശ് വെക്കണോ? വ്യഭിചരിക്കാൻ ഞാൻ കാശ് വെക്കണോ? ആക്രമിക്കാൻ ഞാൻ കാശ് വെക്കണോ? ഇവിടെ പലിശ തിന്നാൻ ഞാൻ കാശ് വെക്കണോ? ആഭാസങ്ങളും നൃത്തച്ചുവടുകളും നടത്താൻ ഞാൻ എന്റെ കാശ് ഇവിടെ വെക്കണോ? എന്നിട്ട് ഞാൻ ഇവിടെ കാശ് വെച്ചു പോയാൽ അതിൽ നിന്ന് അവര് കളികളോ, അതിൽ നിന്ന് കള്ളു കുടിക്കാനോ വ്യഭിചരിക്കാനോ ഉപയോഗിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനല്ലേ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ 5 പൈസ ഇവിടെ വെക്കുന്നില്ല എന്ന് പറഞ്ഞ അവസാനം അദ്ദേഹം മരിക്കുമ്പോ 11 ദിർഹമാണ് ബാക്കി വെച്ചത്. 11 മക്കൾക്ക് 11 ദിർഹം. എന്നിട്ട് എന്തുണ്ടായി? 11 ദിർഹമാണ് ബാക്കി വെച്ചത്. 4 ദിർഹം കഫൻ മുടക്ക് വേണ്ടി, 4 ദിർഹം കഫൻ മുടക്ക് വേണ്ടി, 3 ദിർഹം ഖബർ കുഴിക്കാൻ വേണ്ടി. കേൾക്കണം എന്റെ സഹോദര, അവസാനം മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് 11 ദിർഹമാണ്. 4 ദിർഹം കഫൻ മുട വാങ്ങാൻ വേണ്ടി, 3 ദിർഹം ഖബർ കുഴിക്കാൻ വേണ്ടി, പിന്നെ ബാക്കിയുള്ളത് 4 ദിർഹമുകളല്ലേ. 11 ദിർഹമിൽ നിന്ന് 4 ദിർഹമാണ് ബാക്കിയുള്ളത്. ആ 4 ദിർഹമാണ് 11 മക്കൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. 4 ദിർഹം ലോകം മുഴുവനും ഭരിച്ച
ഏകദേശം മുസ്ലിം രാജ്യങ്ങളൊക്കെ ഭരിച്ച ഒരു ഭരണാധികാരി മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് എത്ര ദിർഹം? 4 ദിർഹം. 11 മക്കൾക്ക് ദിർഹം പകുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്തുണ്ടായിന്ന് അറിയാം? അത്ഭുതം സംഭവിക്കാൻ. വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന സഹോദരനോട് ആ നാട്ടിലുള്ള സാലിഹായ ഒരു സഹോദരൻ കഥ പറയാണ്. എന്നിട്ട് 4 ദിർഹം 11 മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മക്കളിൽ ഒരു മകൻ തന്നെ 1000 കുതിര ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടോ? തിരിഞ്ഞോ? മക്കൾക്ക് വേണ്ടി എന്താ ബാക്കി വെച്ചത്? 4 ദിർഹമാണ് മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത്. ആ 4 ദിർഹം കൊണ്ട് 11 മക്കളാണ് ഓഹരി വെച്ചത്. ആ ഓഹരി വെച്ച 11 മക്കളിൽ ഒരുപാട് മക്കളെ 1000 കുതിര എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും മുന്തിയ വാഹനം. അങ്ങനെ 1000 കുതിര ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വല്ലാഹു യതവല്ല സാലിഹീൻ, സാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അല്ലാഹു ഏറ്റെടുക്കും. ചെറുപ്പക്കാരാ, മക്കൾക്ക് വേണ്ടി ഇവിടെ ഒന്നും ബാക്കി വെക്കണ്ട. സാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അവർ അല്ലാഹു ഏറ്റെടുത്തോളും. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവൂല. ഇനി കേൾക്കണോ? അബ്ദുൽ മലിക്കിന് 11 മക്കളായിരുന്നു. ഓരോ മക്കൾക്കും 10 ലക്ഷത്തോളം ദീനാറുകളാണ് ബാക്കി വെച്ചത്. കേൾക്കുന്നുണ്ടോ? ചെവി തുറന്ന് കേൾക്കുന്നുണ്ടോ? അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിന്റെ 11 മക്കളുണ്ടായിരുന്നു. ഓരോ മക്കൾക്കും 10 ലക്ഷം ദീനാറുകളാണ് ബാക്കി വെച്ചത്. 10 ലക്ഷം ദീനാറാണ് ഓരോ മക്കൾക്കും അനന്തരമായി കിട്ടിയത്. ആ ലഭിച്ച മക്കളിൽ നിന്ന് ഒരുപാട് മക്കളെ റോഡിന്റെ മധ്യത്തിലൂടെ യാചിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്, യാചിച്ച് ബെഗ് ചെയ്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. 10 ലക്ഷം ദീനാറാണ് അനന്തരമായി കിട്ടിയത്. ആ സമ്പത്ത് അവർക്ക് ഉപകരിച്ചില്ല. കാരണം സാലിഹീങ്ങളല്ലാതിരിക്കുമ്പോ അല്ലാഹു അതൊരു ഉപകാരം നൽകിയില്ല. ഒന്നുമില്ലാതെ മരിച്ചുപോയ ഉപ്പയുടെ മക്കളെ 1000 കുതിരകളാണ് ഒരു ദിവസം സദഖ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സഹോദര, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി എന്റെ മക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ട് മക്കൾക്ക് വേണ്ടി എടുത്തു വെക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം മക്കൾ സാലിഹീങ്ങളായ മക്കളാണെങ്കിൽ വല്ലാഹു യതവല്ല സാലിഹീൻ.